അറിവുകൾ ഉത്തരങ്ങളായി മാറുമ്പോൾ ഭാഗ്യത്തിന്റെ സ്ക്രാച്ച് എവന്റെ വേദിക്ക് ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായം തുറക്കുകയാണ്. സോ പാലക്കാട് മണ്ണിലാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് രമ്യ ആൻഡ് ആർദ്രയാണ്. സോ സുഹൃത്തുക്കളാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ കൂടിയാണ്. സോ എത്രത്തോളം അവർ നേടുന്നു, ഭാഗ്യ നിർഭാഗ്യങ്ങളോട് പോകുന്നു നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ആർദ്ര. ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോ ചെയ്യുന്നു. എൻ്റെ വീട് പാലക്കാട് തന്നെയാണ്. ഹായ്, ഞാൻ രമ്യ. ഞാൻ മങ്കരയിൽ നിന്ന് വരുന്നു. ഞാനൊരു CS സ്റ്റുഡൻ്റ് ആണ്. ആർദ്രയുടെ കൂടെ സ്ക്രാച്ച് ആൻഡ് വിൻ്റെ വേദിയിൽ ഞാനും ഉണ്ട്. ആർദ്ര ആൻഡ് രമ്യ അല്ലേ? സോ സുഹൃത്തുക്കളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൗഹൃദം എങ്ങനെ വന്നു? സ്കൂൾ, കോളേജ് അങ്ങനെയാണോ? കോളേജാണ്. ഓക്കെ, ഒരുമിച്ചുണ്ടായിരുന്നു? യൂജിലായിരുന്നു. ഏതായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നു? ഫിനാൻസ് ആണ്. ഇപ്പൊ ട്രാക്ക് ഒക്കെ മാറിയോ? മാറി. എന്തായി? ഞാൻ LLB ചെയ്യുന്നു. ആണ്. ഓക്കെ, ഇപ്പൊ വാദിക്കാൽ മാത്രമല്ല നമുക്കിന്ന് ഉത്തരങ്ങൾ കൂടി വരണം വക്കീലെ. ഓക്കെ, യെസ്. ആൻഡ് CS ആണ്. അപ്പൊ എങ്ങനെ, എന്താ രണ്ട് ട്രാക്ക് മാറിയപ്പോ എപ്പോഴെങ്കിലും ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഒരുമിച്ച് പോവാം എന്നൊക്കെ ഒരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നോ? പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻ എന്തായിരുന്നു? അതിൽ ആരെങ്കിലും ഒരെണ്ണം എടുത്തോ? അത് എടുത്തു. എപ്പോഴാ പിന്നെ മാറി കറുത്ത കൂട്ടിടാന്ന് വിചാരിച്ചു? ഞാൻ ചേരുന്നതിന് ഒരു മാസം മുന്നെയാണ് മാറിയത്. പെട്ടെന്നായിരുന്നു. യെസ്, നമുക്ക് പെട്ടെന്ന് വേണ്ട തീരുമാനങ്ങളല്ല ഇന്ന് എപ്പിസോഡിന് വേണ്ടത്, പെട്ടെന്ന് ഉത്തരങ്ങൾ കൂടിയാണ്. അപ്പൊ നടക്കും അല്ലേ? സോ അപ്പൊ നമുക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ നോക്കാം. റെഡി? അപ്പൊ എന്തായാലും നമ്മള് 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും പോവാം. 3 റൗണ്ടും സിനിമയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും റൗണ്ടുകൾ. ഫസ്റ്റ് റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയം. അതിൽ 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് 1 മിനിറ്റ് ആയിരിക്കും. അതിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. അതിൽ ചോദ്യങ്ങളായിട്ട് ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ തമ്മിൽ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക. തേർഡ് റൗണ്ടിലെ നിങ്ങൾ ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും, വരയിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ കിട്ടുക. ക്ലിയർ? സോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഉത്തരം ശരിയപ്പോൾ മാത്രം നമുക്കത് സ്ക്രാച്ച് ചെയ്യാം. അതുവരെ സൈഡിലിരിക്കട്ടെ. ഓക്കെ, എങ്ങനെ പൊതുവെ സിനിമ കാണാൻ കുറെ കൂടി ഇഷ്ടം എങ്ങനെയാ, ഏത് രീതിയിലാണ്? ഇപ്പൊ പ്രത്യേകിച്ച് OTT തിയേറ്റർ വാച്ചാണ് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഏതൊക്കെയായിരുന്നു പൊതുവെ? ലാസ്റ്റ് ആവേശം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലോക. ഇവിടെ പറയുന്ന സ്ഥലം അതിന്റെ വേണ്ട. നമുക്ക് 2 പേരുടെ 2 ഉത്തരങ്ങൾ രീതിയിലേക്ക് ഒരുമിച്ച് വരണം. ഓക്കെ, സോ അങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റുകൾ കുറെ കൂടി അധികം വരുന്നു എന്നുള്ള രീതിക്ക് സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങൾ ഭയങ്കര ഭംഗിയായിട്ട് വരുന്നു അല്ലെ? ആൻഡ് അത്തരത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചേർത്ത് വെക്കുന്ന മലയാളത്തിന്റെ പ്രമേയങ്ങളിൽ അമ്മ എന്ന വാക്ക് ഭയങ്കരമായിട്ട് അല്ലെ ഉപയോഗിക്കാറുണ്ട്. അമ്മ വേഷങ്ങൾ ഗംഭീരമായിട്ട് കാണാറുണ്ട്. പക്ഷെ വേഷങ്ങളല്ല. നിങ്ങൾക്കുള്ള 30 സെക്കൻഡ്സിന്റെ ആദ്യത്തെ ചോദ്യം, മലയാള സിനിമ പേരുകളിൽ അമ്മ എന്ന വാക്ക് വന്നു പോയിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൈറ്റ് ആൻസർ. പെട്ടെന്ന് ആലോചിച്ചോളൂ, 10 സമയം കഴിഞ്ഞു. അച്ചുവിന്റെ അമ്മ. റൈറ്റ് ആൻസർ. ട്രാക്കിലായിട്ടുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുന്നത് 5 സെക്കൻഡ്സ് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. അതന്നെ ആലോചിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായി. 5 4 3 2 1. ശരിക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. 1952 പഴയ സിനിമയാണ്. പക്ഷെ അമ്മ തന്നെ ഒരു സിനിമയാണ് ആക്ച്വലി അല്ലെ? അമ്മായിമൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, കുറെ റിപ്പീറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ്. സിനിമയാണ്. മാമാട്ടിക്കുട്ടിയമ്മയൊക്കെ പറയാം അല്ലെ? യെസ്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഉത്തരങ്ങൾക്കൊപ്പം തന്നെ സമയത്തിനുള്ളിൽ പറയാ എന്നുള്ളത് കൂടിയുണ്ട്. അപ്പൊ സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് വേണം? ആ കാർഡ് മാറ്റണോ, പുതിയ കാർഡ് വേണോ എങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാം. പക്ഷെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. എന്ത് വേണം? പുതിയ കാർഡ് വേണോ? ആ കാർഡുമായി മുന്നോട്ട് പോകണം. അത് മതി, അതിൽ വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ കാർഡ് ഇനി വേണ്ടതില്ല. ഓക്കെ, സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടത്തിലെ ഗംഭീര ഒരു സിംഗർ ഉണ്ടെന്ന് അറിഞ്ഞു അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഭംഗിയുള്ള ഒരു പാട്ട് കേട്ടിട്ട് പോയാലോ? റെഡി? പൂവൈത്തായ് പൂവൈത്തായ് നീ പൂവൈക്കോർ പൂവൈത്തായ് മനം പൂവെത്ത് പൂവെത്ത് പൂവെ കൊത്തി വൈത്തായോ നീ നീ മഴയില്ലാട നനந்து வாட என் நாளத்தில் உன் ரத்தம் நாடிக்குள் உன் சத்தம் உயிரே தோழில் ஒரு சில நாளில்
അങ്ങനെയാണല്ലേ? ഓക്കെ. പ്രൊഫഷണലി ഐ മീൻ ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഉണ്ട്, അതിന്റെ കാണാനുണ്ട്. ഓക്കെ, നമുക്ക് എപ്പിസോഡ് വളരെ സമയം അരമണിക്കൂറിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പാട്ട് അല്ലേ എത്രത്തോളം പാടി കേൾക്കുന്നതും ഗംഭീരം. അപ്പൊ ആ പാട്ട് പോലെ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കൂടി ഗംഭീരമാവട്ടെ. സോ നിങ്ങൾക്ക് കാർഡ് ഓൾറെഡി നിങ്ങൾക്കുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോവാണ്. പുതിയ കാർഡിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം ഓൾറെഡി പാട്ടുകാരിയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ 2 ഗംഭീര സിംഗേഴ്സ് ആക്ടേഴ്സ് ആയിട്ടും അതിലൊരാൾ ഡയറക്ടർ ആയിട്ടുള്ള ഒരു സഹോദരങ്ങളുണ്ട് അല്ലെ, പൃഥ്വിരാജ്. സോ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡബിൾ ബാരൽ, അമർ അക്ബർ അന്തോണി. യെസ്, റൈറ്റ് ആൻസർ. പ്രാക്കകുമാരിൽ ഗിയർ ചേഞ്ചിങ് ആണല്ലോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോളൂ. അതിലൊരാൾ ഡയറക്ടറാണ്. അതിനൊരു ക്ലൂ ആണ്. ലൂസിഫർ. യെസ് യെസ്. 3 സമയം കഴിഞ്ഞു. ഒരെണ്ണം കൂടി, ഒരു ഉത്തരം കൂടി. ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ്, റൈറ്റ് ആൻസർ. ഈ ലൂസിഫർ പറഞ്ഞാൽ എമ്പുരാൻ പറയാലോ. എമ്പുരാൻ രണ്ടുപേരും ഉണ്ട് അല്ലെ? യെസ്. അപ്പൊ എന്തായാലും ഒടുവിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഭാഗ്യം തേടി വന്നിട്ടുണ്ട്. ഇനി ആ ഭാഗ്യം അതേപോലെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ കൂടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സൈഡിലോട്ടൊക്കെ മാക്സിമം അല്ലേ കിട്ടുമെന്ന് നോക്കിയതാണ്. യെസ്. തുടക്കം ഒട്ടും മോശമല്ല. ഒരൊറ്റ ഉത്തരം മിസ് ചെയ്തു. പക്ഷെ അവർക്ക് കിട്ടിയ സ്ക്രാച്ചിൽ ഫസ്റ്റ് തന്നെ 3000 തുടങ്ങിയിട്ടുള്ളത്. നാലക്കാണ് അല്ലേ? അടിപൊളി. അപ്പൊ അറിവ് മാത്രമല്ല, ഭാഗ്യമുണ്ട് രണ്ടാൾക്കും. ഇത് തുടരട്ടെ. മാക്സിമം എമൗണ്ട് അക്കൗണ്ടിലാവട്ടെ. ഓക്കെ. അപ്പൊ എന്നാലും 2 ചോദ്യങ്ങൾ, 2 അവസരങ്ങൾ. ഒന്ന് മാത്രമാണ് കാർഡിലൂടെ അവർക്ക് നേടാനായത്. പക്ഷെ അവരുടെ കാർഡിലൂടെ തന്നെ 4 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ 3000 ആയിട്ട് ഫസ്റ്റ് റൗണ്ട് കൂടെ കഴിയാണ്. സോ സെക്കൻഡ് റൗണ്ടിൽ എന്തൊക്കെ അല്ലെ സർപ്രൈസസ് കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. സോ കാർഡ് വേണ്ട ഇനി? ഇപ്പൊ കാർഡ് എടുക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. വിറയ്ക്കുന്നുണ്ടല്ലോ. ഓക്കെ. യെസ്. അപ്പൊ കാർഡ് അവിടെ ഉണ്ട്, കോയിനും അവിടെ ഉണ്ട്. ഇനി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ ആദ്യത്തേൽ മാത്രമാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുള്ളൂ. ഇനിയെല്ലാം നിങ്ങൾ ഫേസ് ടു ഫേസ് മത്സരമാണ്, ഞാൻ കാഴ്ചക്കാരൻ മാത്രമാണ്. ഓക്കെ. അപ്പൊ ആദ്യം ആരവിടെ വരാൻ പോകുന്നത്? എന്തായാലും രണ്ടുപേരും മാറി വരണം ഇവിടെ. ഓക്കെ. ആദ്യത്തേത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കയറുന്നോളൂ. അപ്പൊ ഇനി ഞാൻ ആദ്യക്ക് ഒരു മൂവി ഡയലോഗ് പറയും, കൊടുക്കും, ആ ഡയലോഗ് വായിക്കും. അപ്പൊ വായിച്ച് കേട്ടിട്ട് ആ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതിനിടയ്ക്ക് ആ മൂവി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്യാം, ഐ മീൻ പറയാം. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വെയിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് മൊത്തം സമയം 1 മിനിറ്റ് മാത്രമായിരിക്കും. റെഡി? ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹായ് സണ്ണി, അമ്പട കേമ സണ്ണി അതിനി കുറെ കൂടി വായിപ്പിച്ചാലില്ല അല്ലെ? അത്രയും സിമ്പിൾ ആയിട്ട് കിട്ടേണ്ട ഒരു ഉത്തരം കൂടിയാണ്. സോ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഡാൻസർ ഉണ്ടോ ആരെങ്കിലും? ഞങ്ങൾ രണ്ടാളും ആണ് അല്ലേ? ഓക്കെ. യെസ്, രണ്ടും ഉണ്ട്. വകുപ്പ് പാട്ടുണ്ട്, ഡാൻസും ഉണ്ട്. അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ കാർഡ് തന്നോളൂ. ഏത് വാക്കിൽ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? സണ്ണിയിൽ ആണല്ലേ? ഓക്കെ. സോ സണ്ണിക്കുട്ടൻ ഓൾറെഡി കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. സ്ക്രാച്ച് ചെയ്തോളൂ. യെസ്. സോ 4 തുടങ്ങി, പക്ഷെ ഒരക്കം കുറഞ്ഞിട്ടുണ്ട്. സോ 500 ആണ്. പക്ഷെ 3000 ഓൾറെഡി നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ 3500 ആയിട്ട് നമുക്കത് കൂടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടില്ല, കാരണം നഷ്ടപ്പെടാനുള്ള കാർഡുകൾ മുഴുവൻ അതിനുള്ളിലുണ്ട്. അപ്പൊ അത് എടുക്കാത്ത ഒരു ഭാഗ്യമാണ്. ഓക്കെ. എന്തായാലും അടുത്ത അവസരത്തിൽ ഇപ്പൊ കാർഡ് വാങ്ങാനും അത് സ്ക്രാച്ച് ചെയ്യാനും കുറച്ചുകൂടി ആവേശമൊക്കെ കൂടിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അടുത്തൊരു കാർഡ് തരട്ടെ? ഓക്കെ. സോ കാർഡ് അവിടെ വെച്ചോ. റിമ്മി ഇങ്ങോട്ട് പോരെ. ഇനി ആർദ്ര ആയിരിക്കും ഉത്തരം പറയേണ്ട ആള്. റെഡി, സെറ്റ്, ഗോ. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഒക്കെ പോകാമല്ലേ? ടോക്കിംഗ് വാക്കിംഗ് സംതിങ്. മൈസൂർ വരെ എത്തേണ്ടതല്ലേ? എന്റെ പേര് ശങ്കർ, ഇത് എന്റെ ലവർ അഞ്ജു. ചേട്ടന്റെ പേരെന്താ? യു മീൻ നെയിം? റെഡ്ഡി. ഫുൾ നെയിം എന്താ? രാജശേഖർ റെഡ്ഡി. നല്ല പേരല്ലേ? രാജശേഖര റെഡ്ഡി. അയ്യോ, വെങ്കിടേശ്വര രാജശേഖര റെഡ്ഡി. അയ്യോ, മനസ്സിലായി. ഡയലോഗ് വരെ ഒപ്പം വരുന്നു ബാക്കിനേക്കാൾ.
അയ്യോ നമുക്ക് വേണ്ടത് ഉത്തരമാണ്, ഡയലോഗ് അല്ല. ഡയലോഗ് ഇവിടെ രമ്യ പറയും, ആർദ്രയിൽ നിന്ന് ഉത്തരമാണ് വേണ്ടത്. ഉറപ്പാണോ? അയ്യോ ഇല്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഒരാൾ ഇവിടുത്തെ ഡയലോഗ് അടയ്ക്കുമ്പോ അടുത്ത ഡയലോഗ് പ്രെഡിക്ട് ചെയ്ത് പറയുന്നത്. ഇത് നേരെ അവിടെയാണ് രമ്യായിരുന്നെങ്കിൽ ആർദ്രയാണ് ഈ ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ കിട്ടുമായിരുന്നോ? രണ്ടുപേർക്കും ആണ് കിട്ടുന്ന ഡയലോഗാണ്. സോ സ്ക്രാച്ച് ചെയ്തോളൂ. ഞാനോ? അതൊക്കെ ഭയങ്കരമായിട്ട് ഉരയ്ക്കാനുള്ള തോര ഭയങ്കരമായിട്ട് ഉരച്ചോളൂ. ഏകദേശം ആ തുടങ്ങിയ സ്പീഡ് ഒടുക്കില്ലാതെ ഇപ്പൊ മനസ്സിലായി, കയ്യിൽ നിന്ന് പളി പാളിയിട്ടുണ്ട്. സോ ഹാഫ് ഗോൺ ആണ്. ആൻഡ് ഓൾറെഡി 3500 നേരിട്ടുണ്ടായിരുന്നു, പകുതി പോവും. പിന്നെ 1780 ആയിരിക്കും കയ്യിൽ, നേരെ പകുതി പോയി അല്ലെ. പക്ഷെ രക്ഷപ്പെടണ്ട, ഫുൾ ഗോൺ ആയിരുന്നെങ്കിലോ അല്ലെ. നമ്മൾ സംഭവിക്കുന്നതിലും സന്തോഷിക്കുക. മേ ബി അത് ഡെവലപ്പ് ആയിട്ട് മാറട്ടെ. യെസ്, അപ്പൊ എന്തായാലും 2 റൗണ്ടുകൾ 4 അവസരങ്ങൾ നേടിയതിന്റെ പകുതി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. യെസ്, അപ്പൊ എന്തായാലും ഇനി നേട്ടത്തിന്റെ 2 അവസരങ്ങൾ കൂടിയാണ് അതിന്റെ 3ാം റൗണ്ടിൽ ഇരിക്കുന്നത്. അപ്പൊ അതിന് കുറച്ചുകൂടി ഒരു എനർജി ഒക്കെ എന്ത് വേണം? എന്ത് വേണം? പാട്ട്. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീനിൻ ശലഭം വരവായി, അടടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാൻ ഒരു കുറിവാ. ആഹാ തൊട്ട് തൊട്ട് നിന്ന് മുട്ട് മുട്ട് വന്ന് മുത്ത് മുത്ത് വിട്ടതാരാണേ, കണ്ണ് കണ്ണെറിഞ്ഞ് കാത്തു കാത്തു കാൻ കട്ടെടുത്ത കള്ളക്കാമുകനെ. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതയുടെ രാസനിലാവ്. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ഈ ശബ്ദം കയറി വരണേ, ഇങ്ങനെ തുടങ്ങി 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 ഗിയർ ചേഞ്ച്, ഒറ്റയടിക്ക് ഒരു ഹൈ പരിപാടി കൊള്ളാം, അടിപൊളി. 2 പാട്ട് പാടിയ സ്ഥിതിക്ക് രമ്യ 2 സ്റ്റെപ്പ് ഒക്കെ വെക്കാൻ തോന്നുന്നു അല്ലെ. ഡാൻസ് കൂടെ ഏതെന്നുള്ളൊരു 2 സ്റ്റെപ്പ് വെക്കണോ? യെസ്. അപ്പൊ എന്തായാലും 2 അവസരങ്ങളിലേക്കുള്ള 3rd റൗണ്ടിലെ നഷ്ടപ്പെടുത്തി ഇത് വീണ്ടും എടുക്കാനുള്ള ഒരു കംബാക്ക് കൂടിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നേട്ടം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അല്ലെ, ദൃഢമായിട്ട് തീരുമാനം എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനൊപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് കൂടി ഉണ്ടായിരിക്കും. സോ നേരത്തെ നിങ്ങൾക്ക് മൂവി ഗസ് ചെയ്യേണ്ടത് ഡയലോഗിലൂടെയായിരുന്നു, ഗസ് മൂവി റൗണ്ട് ആയിരുന്നെങ്കിൽ. ഇവിടെ നിങ്ങൾക്കുള്ളത് ക്ലൂ, വാക്കുകൾ ഉണ്ടായിരിക്കില്ല, സംസാരങ്ങൾ ഉണ്ടായിരിക്കില്ല, എഴുത്തുണ്ടായിരിക്കില്ല, വര മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നേരത്തെ പോലെ 2 പേര് ഇവിടെ വന്ന് മാറിപ്പോവും. ഒരാൾക്ക് വരുമ്പോൾ മൂവി ടൈറ്റിൽ തരും, പക്ഷെ ഇവിടെ വരുമ്പോൾ എഴുത്തോ അക്കങ്ങളോ അക്ഷരങ്ങളോ പാടില്ല, വരയായിട്ട് മാത്രം വേണം നിങ്ങൾക്ക് വേണ്ടി ക്ലൂ തരാൻ. റെഡി? ക്ലിയർ? ഡൗട്ടില്ലല്ലോ? ഓക്കെ, സോ നിങ്ങൾക്കുള്ള കാർഡ് ആദ്യം സെലക്ട് ചെയ്യാം. സോ കാർഡ് അവിടെ ഉണ്ട്. ഇനി ആരാണ് ആദ്യം വര കൊണ്ട് തലവര തെളിയിക്കാൻ പോകുന്നത്? ആണ്. ഭയങ്കര ആവശ്യമായല്ലോ. ഓക്കെ, യെസ്. കിട്ടിയല്ലോ? ഓക്കെ, ഇനി അത് വെച്ചിട്ട് എങ്ങനെ ക്ലൂ കണക്ട് ചെയ്യാമെന്ന് ആലോചിച്ചോളൂ. ആയുധം കയ്യിലെടുത്തോളൂ. So ready? 3, 2, 1, here we go. ക്ലാസ് റൂം. ഓക്കെ ഓക്കെ, ബുദ്ധിപരമായ നീക്കമാണ്. എന്തായിരുന്നു ആ ബുദ്ധി എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാവണം. ഇത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് എന്താ ഡെവലപ്പ് ചെയ്തൊക്കെ അടിച്ചിട്ടത് എന്തായിരിക്കും? അടിച്ചിട്ടതാണ്. അടിച്ചിടുന്നത് സാധാരണ എവിടെയാ? അടിച്ചിടുന്നത് എവിടെയാണ്? എന്തായിരിക്കും? അതിൽ ചുറ്റൊക്കെ വരച്ചുള്ള വെച്ച് നോക്കുമ്പോ അടിച്ചിട്ടത് എവിടെയായിരിക്കും? ടിവിയിലായിരിക്കോ അതോ എവിടെയായിരിക്കും? അതെന്തായിരിക്കും സാധാരണ? ഇങ്ങനെ ബോക്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബോക്സിംഗ് ആണോ? അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ? കരാട്ടയോ? ഓക്കെ, കരാട്ട സിനിമ ഉണ്ടോ? കരാട്ട കിഡ് ഉണ്ട്, പക്ഷെ മലയാള സിനിമയിൽ അവിടെ വരച്ചോളൂ. അവിടെ അവസാനം 13 സെക്കൻഡ്സിലോട്ട് പോവാണ്. ഗോദ സിനിമ ഉണ്ടോ? ഉണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. ഇത് ഉത്തരം പറഞ്ഞിട്ടും വലിയ ഒന്നുമില്ലല്ലോ. പറഞ്ഞു ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും അത് മാറുക? ഇനി ഇതിൽ മാറ്റാൻ മാത്രമുള്ള വിവരം എനിക്കില്ല. ഗോദ വരയ്ക്കാൻ ഞാൻ എന്താ? ഇത് ഞാൻ ഉദ്ദേശിച്ച ഗോദയാ. ഇങ്ങനെയാണ്.
അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ ആണ്. വായിക്കണം. വാങ്ങിച്ചോളൂ. കാണുന്ന കുറച്ച് നേരം കൂടി കാണുന്ന ആഗ്രഹം. ഓക്കെ, സ്ക്രാച്ച് ചെയ്തോളൂ. എത്ര എമൗണ്ട് കിട്ടുന്നുള്ളത് കുറച്ചുകൂടെ സൈഡിലോട്ടൊക്കെ നോക്കിയൊക്കെ ഇനി അക്കങ്ങൾ ഇവിടെ ഇവിടെ സീറോ ഉണ്ട് നോക്കാം. ഒരു സീറോ ഉള്ള പോലെ ഉണ്ട്. കാണാത്തതാ. പ്രതീക്ഷ നല്ലതാണ്. പ്രതീക്ഷ മാത്രം പോലെ ഉത്തരങ്ങൾ കൂടി വരണം കറക്റ്റ് ആയിട്ട്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും 250 1750 ഓൾറെഡി നേടിയിട്ടുണ്ട്. അപ്പൊ 2000 ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ നഷ്ടപ്പെട്ട 3000 അവിടെ എടുക്കുന്നുണ്ട് അല്ലെ. 1000 കൂടി വേണം. അതൊക്കെ മേലെ നേടട്ടെ. ഇനി ഒറ്റ ചാൻസ് കൂടിയാണ്, അതും ഒറ്റ വരയിലൂടെ തന്നെ മനസ്സിലാവണം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇനി ഗസ് ചെയ്തു. ഇനി വരച്ച ആള് അവിടെ ഉണ്ട്, വരയ്ക്കാത്ത ആൾ ഇങ്ങോട്ട് വന്നോളൂ. അതിന് മുമ്പ് ഒരു കാർഡ് കൂടി സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ ആപ്പാണ്. നേടാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ അടുക്കും. കീബോർഡ് വായിക്കും ഇങ്ങനെയൊക്കെ. റെഡി? യെസ്. സോ നാളത്തെ ഇങ്ങോട്ട് വന്നോളൂ. കയ്യിലായത് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. ക്ലാസ്സിൽ എങ്ങനെ പൊതുവെ ടീച്ചേഴ്സ് ഒക്കെ വിളിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാൻ വിളിപ്പിക്കും. അതിന് ഇതല്ലല്ലോ, അതിന് വേറെ എടുക്കുക, ഇത് എടുക്കില്ലോ. അവിടെ പിന്നെ അങ്ങനെ തന്നെയാണ് അല്ലേ. യെസ്. അപ്പൊ എന്തായാലും മൂവി ഡയലോഗ് കിട്ടി. ഓക്കെ, സിനിമ കിട്ടിയില്ലേ? ഓക്കെ, ഇനി കിട്ടേണ്ടത്, ആ സിനിമ കിട്ടേണ്ടത് അവിടെയാണ്. സോ ഐ കോണ്ടാക്ട് ഇല്ല. വേറെ നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ വരയിലൂടെ തന്നെ വരണം. വരച്ചു തുടങ്ങാറായിട്ടില്ല, സമയം തരാം. ഓക്കെ, സോ റെഡി? സോ 3, 2, 1, here we go. പൂച്ച. ഓഹോ, അത് വരയ്ക്കുമ്പോ പൂച്ച മനസ്സിലായി. എന്ത് സ്പീഡ്. ഓക്കെ, ആ ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് മൂവ്, നൈസ് മൂവ്. ഓക്കെ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് ഒന്നും തോന്നുന്നില്ല. തീവണ്ടി. പൂച്ച കിച്ചണിൽ കയറുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? പൂച്ച ട്രെയിനോ? അതെന്താ? ഇതിനേക്കാൾ ബെസ്റ്റ് ക്ലൂ തരാനില്ല. ബെസ്റ്റ് ക്ലൂ, ദി ബെസ്റ്റ് ക്ലൂ, ഒരു സംശയവുമില്ല. സോ അത് വെച്ച് ആലോചിക്കെ, ആ ട്രെയിനും പൂച്ചയായിട്ട് പോകുന്ന പ്രണയം ഉണ്ടോ? ഇല്ല. ആ അല്ലേ, ആ പൂച്ചയ്ക്ക് ട്രെയിനും ഒരു പ്രണയമായിട്ട് ബന്ധമുണ്ട്. അതിന് നല്ല ക്ലൂ. മിക്കവാറും ഇത് കഴിഞ്ഞ് മടലിൽ അടിക്കും, ഉറപ്പാണ്. ഓക്കെ, കസിൻസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എത്ര കസിൻസ് ഉണ്ട്? കുറെ കസിൻസ്. 5 കസിൻസിനേക്കാൾ കൂടുതലുണ്ടോ? 5 cousins. അതാരാ? സോ കൗണ്ടൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5, ഇത് നോക്ക്, സമ്മർ ഇൻ ബത്ലഹേം. 3, ആ സിനിമ ഉണ്ടോ? ഉണ്ട്. 2 കസിൻസ്, കല്യാണം, പൂച്ച. റൈറ്റ് ആൻസർ. ഈ എന്തായാലും കസിൻസ് എന്താ പ്രത്യേകത? അല്ല, അവര് കസിൻസ് എല്ലാരും കൂടെ. ഗോപി. സുരേഷ് ഗോപി. ജയറാമനെ എന്ത് വരയ്ക്കും? തല കേട്ടോ. അതിലും ഡാൻസ് ഉണ്ടല്ലോ. റൈറ്റ് ആൻസർ. പക്ഷെ ഇത്രയും ക്ലൂ തന്നിട്ട് കിട്ടാത്ത എന്ത് പറഞ്ഞു? മറുപടി പറയും. കൊടുക്കാം. യെസ് പ്ലീസ്. നേരത്തെ ഒരു ഗോത വന്നു പോയ ഒരു ക്ലൂന് 1-2 ക്ലൂലായിരുന്നു അല്ലെ. ഇത് ട്രെയിൻ വന്നു, പൂച്ച വന്നു. ആക്ച്വലി ആ ട്രെയിൻ പൂച്ച തന്നെ നല്ല രീതിയിലുള്ള ക്ലൂ ആയിരുന്നു, അതിൽ കിട്ടേണ്ടതായിരുന്നു. കസിൻസും വന്നു. ഇതിൽ കൂടുതലൊന്നും ക്ലൂ വരാനില്ലായിരുന്നു. പക്ഷെ കൗണ്ട് ഡൗണിലെ ലാസ്റ്റ് കിട്ടി. യെസ്. ആൻഡ് 3000 നേടാൻ ഇറങ്ങിയതായിരുന്നു അല്ലെ. നേടുന്ന സ്പെഷ്യൽ 2000 നിന്ന് 50 രൂപ മാത്രമാണ് കൂട്ടാൻ പറ്റിയത്. പെട്രോളിയം പൈസ അല്ലേ അല്ലെ. ഓക്കെ, സോ 50 കൂടെ അതിനോടൊപ്പം നേടി 2050 ആയിട്ട് നിൽക്കുകയാണ്. സോ പക്ഷെ കുഴപ്പമില്ല, നേട്ടമാണ് അല്ലെ. കാരണം അതില് ഹുൾഗോൺ ഉണ്ടായിരുന്നു, അത് വന്നില്ല. ഉണ്ടെങ്കിൽ ഇതൊക്കെ മൊത്തം പോയിട്ട് 1250 ആയിട്ട് മാത്രം നിൽക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഭാഗ്യം എവിടെയൊക്കെ ഉണ്ട് അല്ലെ. തുടക്കത്തിലെ പറഞ്ഞ പോലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു. അപ്പൊ നമ്മുടെ ക്യാഷ് പ്രൈസിനൊപ്പം തന്നെ സൺ സൂര്യ കോമഡിയുടെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ. ഓക്കെ, റെഡി? സോ രുചിയും അനുഭൂതിയും ഒത്തൊരുമിച്ച് സാപ്സി സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോ കുളിർമയുള്ള ഒരൊറ്റ സിപ്പ് മതി ഫ്രഷ് ആവാൻ വേണ്ടി. 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസും ആഡ് ചെയ്യാത്ത ന്യൂട്രോവിയ ഹെൽത്തി സൊല്യൂഷൻസിന്റെ ഒരു ഗിഫ്റ്റ് കൂടെ. സോ എങ്ങനെ കുക്കിംഗ് പൊതുവെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഗിഫ്റ്റ് റിട്ടേൺ എടുക്കാമല്ലോ അല്ലെ. സോ നല്ല പാചകം, കൃത്യമായ രുചി, ഓരോ ദിവസവും ഓരോ പുതുപുത്തൻ രുചിക്കൂട്ടുകൾക്കായിട്ട് ഗുഡ്നെസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസോ കൃത്രിമ വസ്തുക്കളോ ചേർക്കാത്ത കരിക്ക് വെള്ളം. സോ മാസ് ഓഫ് ഫ്രഷ്നെസിന്റെ കോക്കനട്ട് വാട്ടർ.
അപ്പൊ എന്തായാലും അതിനൊരു സമ്മാനങ്ങളായി അല്ലെ ഭയങ്കര നേടി തുടങ്ങി. പക്ഷെ കറക്റ്റ് അതിന്റെ ഒരു ഗ്രാഫ് ലെവൽ മാറി വരുന്നത് കണ്ടു. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ സൗഹൃദം പോലെ, സൗഹൃദത്തിൽ എന്തായാലും ഭാഗ്യങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. നിർഭാഗ്യങ്ങൾ സൗഹൃദത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെ കുറെ ഭാഗ്യങ്ങൾ തേടി വരട്ടെ. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലെ? യെസ്. അപ്പൊ എന്തായാലും പാട്ട് കൊണ്ട് തുടങ്ങി, അതിന്റെ ഒപ്പം തന്നെ കറക്റ്റ് ഭാഗ്യ നിർഭാഗ്യങ്ങളും കണ്ടു. അപ്പൊ ഇതുപോലെ മത്സരാർത്ഥികളുമായിട്ട് പുതിയ വേദിയിൽ പുതിയ അംഗത്തിൽ കാണാം. അപ്പൊ അതുവരേക്കും